अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ട് വ്യാഖ്യാനത്തിൽ 91 ദിവസമായ ഇന്ന് സുഭദ്രയുടെ വിവാഹം ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, അന്തപുരത്തിൽ കൊണ്ടുപോയി ബലഭദ്രസ്വാമി ആ സന്യാസി രൂപിയായ അർജുനനെ താമസിപ്പിച്ചതും ഒക്കെയുള്ള കാര്യങ്ങൾ കേട്ടു. അങ്ങനെ പരസ്പരം ഈ അർജുനനും സുഭദ്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് സുഭദ്ര അർജുനനോട് ചോദിച്ചു, അങ്ങ് ലോകസഞ്ചാരമൊക്കെ നടത്തി ആളാണെന്നാണല്ലോ പറയുന്നത്, എനിക്ക് വേറൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആ പാണ്ഡവന്മാർ, എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മക്കളാണല്ലോ പാണ്ഡവന്മാർ, ആ കുന്തിദേവിയും പാണ്ഡവന്മാരുമൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് അറിയാനുള്ളത്. കുന്തിദേവി വളരെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ആ യുധിഷ്ഠിരനും ഭീമസേനനുമൊക്കെ വളരെ സുഖമല്ലേ? അതിനിടയ്ക്ക് അർജുനൻ എന്തോ അപരാധം ചെയ്ത് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ അർജുനൻ്റെ കഥകൾ വല്ലതും അങ്ങ് തീർത്ഥയാത്രാ മധ്യത്തിൽ കേൾക്കുകയുണ്ടായോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാണ്ഡവമാതാവായ കുന്തിദേവി അതുപോലെ യുധിഷ്ഠിരനും ഭീമസേനനുമൊക്കെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അർജുനൻ്റെ കഥകൾ പാണ്ഡവന്മാർക്കൊന്നും അറിയില്ല, അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോയത്. എന്നാൽ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിംവദന്തി കേൾക്കാനുണ്ട്. ആ അർജുനൻ സന്യാസി വേഷത്തിലെ ആ ദ്വാരകാപുരിയിലെ സുഭദ്രയുടെ അന്തഃപുരത്തിൽ വന്ന് അവളെയും ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സുഭദ്ര ആകെ വീട്ടി ധരിച്ചുപോയി എന്ന് പറയണം. അവൾ കാലി കുമ്പിട്ടെന്ന് സാധാരണ സ്ത്രീ സഹജമായ ലജ്ജകളൊക്കെ പ്രദർശിപ്പിച്ചു. അർജുനൻ വീണ്ടും അവളോട് പറഞ്ഞു, അല്ലേ സുഭദ്രേ, ഞാൻ തന്നെയാണ് ആ അർജുനൻ, ഞാൻ നിന്നെ മോഹിതനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള വിവാഹാദി കർമ്മങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുഭദ്രയ്ക്ക് പണം കൊണ്ട് സുഭദ്ര അന്തപുരത്തിലേക്ക് ഓടിപ്പോയി. അർജുനനും തനിക്ക് ഒരുക്കി തന്നുള്ള ഉദ്യാനത്തിൽ പോയിട്ട് ഇരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഇവരൊക്കെ കൃഷ്ണൻ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞു. അപ്പോൾ ഈ അർജുനനെ പരിചരിക്കാനാണ് സുഭദ്രയെ വിട്ടത്. അപ്പോൾ സുഭദ്ര അന്തപുരത്തിൽ പോയി വിശ്രമിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അന്തപുരത്തിൽ കമവിവശയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അർജുനൻ്റെ പരിചര്യകൾക്ക് വേണ്ടി അദ്ദേഹം രുക്മിണി ദേവിയെ തന്നെ പറഞ്ഞയച്ചു എന്ന് പറയാണ്. അങ്ങനെ 2-3 ദിവസം രുക്മിണി ദേവിയുടെ പരിചര്യം ഉണ്ടായപ്പോഴേക്കും അർജുനന് എല്ലാത്തിലും
വിരക്തി വന്നു, ഭക്ഷണത്തിലൊന്നും ഒരു താല്പര്യമില്ലാതായി. അർജുനനും ആ കാമം മാത്രമാണ് അർജുനൻ്റെ മനസ്സിലുമുള്ളത്. അങ്ങനെ അർജുനനും ആയി ഈ സുഭദ്രയും ഇങ്ങനെ അകുലയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ദേവി സുഭദ്രയോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇത് അച്ഛനോടും സഹോദരന്മാരോടും ഒക്കെ പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവകി എന്ന് വസുദേവരോട് പറഞ്ഞു. വസുദേവരെ പിന്നീട് അക്രൂരനും ശ്രീകൃഷ്ണനും സത്യജിയും അങ്ങനെയുള്ള അവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ കൂടി ആലോചിച്ചു. അപ്പോൾ ഈ ബലഭദ്രൻ സുഭദ്രയെ ദുര്യോധനന് കൊടുക്കാനായിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ബലഭദ്രന് ഇത് അറിയിക്കേണ്ട എന്നവർ തീരുമാനിച്ചു. അപ്പം എന്താണ് ഇതിനൊരു ഉപായം എന്ന് ആലോചിച്ചിട്ട് അവർ തീരുമാനിച്ചു, ഇന്നേക്ക് 4-ാം ദിവസം നമുക്ക് ഇവിടുന്ന് ആ രൈവതക പർവ്വതത്തിലേക്ക് പോകാം, അവിടെ ഒരു ഉത്സവം നടത്താൻ, ശിവൻ്റെ ഉത്സവം നടത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി അവിടേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉദ്ധവനും ബലഭദ്രനും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരുന്നു ഉദ്ധവൻ. എപ്പോഴും സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ ജ്യേഷ്ഠനായ ബലഭദ്രസ്വാമിയെയും അറിയാതെയാണ് ഇവർ ഈ ഗൂഢാലോചന നടത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ തീരുമാനിച്ചു. കൃഷ്ണൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു, നമുക്കിങ്ങനെ ആ ഭഗവാന്റെ ഉത്സവത്തിന് വേണ്ടി നമുക്ക് പുറപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും റെഡിയായി. ആ ചതുരംഗ സേനകളോടൊക്കെ കൂടി കൃഷ്ണൻ്റെ പഞ്ചചിഹ്നധ്വനി കേട്ടോടുകൂടി എല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ആ വിഭൃതു എന്ന് പറയുന്ന ആളെ വിളിച്ച് ഈ ദ്വാരകയുടെ പരിപാലനം ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ ചെയ്യണം എന്ന് കൃഷ്ണൻ നിർദ്ദേശിച്ചു എന്ന് പറയണം. അപ്പം ഇങ്ങനെ കൃഷ്ണൻ പുറപ്പെടുന്നുമ്പോൾ സുഭദ്ര ചോദിച്ചു, ആ സന്യാസി വന്നിട്ട് 10-12 ദിവസമായി ഇവിടെ, അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ്. സുഭദ്രയോട് ഭഗവാൻ പറഞ്ഞു, ഇത്രേ ആ സന്യാസിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്മയുണ്ടാവുകയേ ഉള്ളൂ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു പോയി എന്ന് പറയണം. അങ്ങനെ എല്ലാവരും പോയി എന്ന് കഴിഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും സുഭദ്രയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വിവാഹം കഴിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഉത്തമമായ മുഹൂർത്തം ആയിട്ടുണ്ട്. പക്ഷെ മാതാപിതാക്കന്മാരോ ബന്ധുക്കളോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ഗാന്ധർവം എന്നുള്ള രീതിയിൽ വിവാഹം കഴിക്കാൻ ഇങ്ങനെയുള്ള ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ മുഹൂർത്തമൊക്കെ വളരെ നല്ലതാണ്. മന്ത്രവും തന്ത്രമൊന്നും അല്ല പ്രധാനം, മനസ്സുകൊണ്ടുള്ള ഈ അടുപ്പം തന്നെയാണ് പ്രധാനം. ഇപ്പോൾ ഉത്തരായണ കാലമാണ്, നല്ല ലഗ്നമാണ്, വൈശാഖ മാസമാണ്, ശുക്ലപക്ഷമാണ്, അതുപോലെ തൃതീയ തിഥിയാണ്, ആനക്കരണമാണ്, മകരം ലഗ്നമാണ്. അതുകൊണ്ട് നല്ല കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. സൂര്യാസ്തമയമായി, അപ്പോൾ രാത്രിയിൽ മുഹൂർത്തവും അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവളും അത് സമ്മതിച്ച പോലെയായി. ഉടനെ ഇന്ദ്രൻ തൻ്റെ പിതാവായ അർജുനൻ തൻ്റെ പിതാവായ ഇന്ദ്രനെ സ്മരിച്ചു എന്ന് പറയാണ്. അതോടുകൂടി ഇന്ദ്രനും ദേവന്മാരും ആ മഹർഷിമാരെ, വളരെ പ്രധാനപ്പെട്ട നാരദൻ തുടങ്ങി വസിഷ്ഠൻ, അരുന്ധതി തുടങ്ങിയ മഹർഷിമാരും എല്ലാവരും അവിടെ വന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആ ബലഭദ്രസ്വാമി ഉറങ്ങി എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ മാതാപിതാക്കളെയും കൂട്ടി ഭഗവാനും അവിടേക്ക് എഴുന്നള്ളി എന്ന് പറയുകയാണ്. ഇവിടെ വന്ന് ആ കശ്യപ മഹർഷി തന്നെ ഹോതാവായിട്ട് ആ ക്രിയകൾ ആരംഭിച്ചു എന്നും എല്ലാ ദേവന്മാരുമൊക്കെ അദ്ദേഹത്തിന് വേണ്ട പരികർമ്മങ്ങൾ ചെയ്തു. ആ ദേവസ്ത്രീകളൊക്കെ വായ്ക്കുരവയിടാനും അങ്ങനെയുള്ള സ്ത്രീകൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വേണ്ട കർമ്മങ്ങൾ ചെയ്തു. ആ പൗലോമി എന്ന് പറയുന്ന ഇന്ദ്രപത്നിയും അതുപോലെ ദേവകിയുമൊക്കെ കൂടി ആ വിവാഹത്തിൻ്റെ ക്രിയകളെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ വിവാഹാദികളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ആ ദേവന്മാരൊക്കെ തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.